ഇന്ന് ഫുള്ള് മഴയായിരുന്നു. വീണ്ടും ഒരു മഴക്കോള് കയറിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു വാടാമുല്ലയിൽ ഒരു കുഞ്ഞിപ്പൂവുണ്ടായി കണ്ടോ. അതിൻ്റെ വേലിപ്പരുത്തിയിലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ മാറ്റം വന്നിടാ നോക്കട്ടെ. കാണല്ലേ ഞാനിപ്പോ കുളിക്കാൻ കയറി കേട്ടോ. ഇത് അടുത്ത മഴ വീഴും. ഞാൻ കഴിഞ്ഞ ദിവസം തൊണ്ടയിലൊരിപ്പിച്ച് 2 തെണ്ടയും മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതൊന്നും വയ്ക്കാൻ നമ്മളിങ്ങനെ ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, കിട്ടിയില്ല. പിന്നെ ഇന്ന് എന്തായാലും ഒരാളിനെ കൊണ്ടുവന്ന് നമ്മൾ അത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്നേരം തൊട്ട് മഴയോട് മഴ. എന്തായാലും അത് വെച്ചു. പിന്നെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു. അത് ഇരിക്കുന്ന ഒരു പെട്ടെന്ന് ഇങ്ങനെ നല്ല പോലെ തെളിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് വീഴും മഴ. ഭയങ്കര പെരുമഴ, ഭയങ്കര കാറ്റും മഴയെല്ലാം കൂടെ. പിന്നെ മഴയ്ക്ക് മുമ്പേ ഇങ്ങ് വന്നാൽ മതി എന്നുകൊണ്ട് ഞാൻ ഓടിപ്പാഞ്ഞു പോയിരുന്നു. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് വാങ്ങിച്ചു, ഗോതമ്പൊടി തീർന്നായിരുന്നു, അത് മേടിച്ചോണ്ടെങ്കിൽ പോരുന്നു. മോനുകുട്ടൻ കുളിക്കുന്നു, ഞാൻ കുളിക്കാൻ പോവാണ്. ഞാനെന്നാ ഒന്ന് ഇവിടെ ഒന്ന് തൂത്ത് വാരിയിട്ട് കുളിച്ച് ജപിച്ച് വരാം. നമുക്ക് അത്താഴത്തിന് ചോറും മീൻകറിയും ഇന്നലത്തെ മത്തങ്ങ പുളിങ്കറി ഇരിപ്പുണ്ട്. പിന്നെ അമ്മ ബീൻസ് എടുത്ത് വെച്ചേക്കുന്നു. നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം.
ഏമോ അടുക്കള മെഴുക്ക് പുരട്ടി വെക്കും. ഞാനല്ല, അമ്മ അത് അടുപ്പയിലാക്കിയിട്ട് കുളിക്കാൻ പോയി. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. നമ്മള് ഇന്നലെ പച്ചക്കറി മേടിച്ചപ്പോൾ ഞാൻ കുറച്ച് ബീൻസ് മേടിച്ചോണ്ട് വന്നേ. അതും 1-2 ഉരുളക്കിഴങ്ങും. വന്ന സമയത്ത് ഈ ഇതിന്റെ ഒന്നും എന്താ പറയുന്നത്, ഈ സ്ഥലം ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് കാരണം വീടിനോട് ചേർന്ന് അപ്പുറത്തെ പറമ്പ് ഇങ്ങനെ പോലെ ഇങ്ങനെ ചേർന്ന് നിൽക്കുമായിരുന്നു. നമ്മുടെ സ്ഥലം തന്നെയാണ്. അത് നമ്മൾ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ വെണ്ടയ്ക്ക ഉണ്ടായിട്ട് അത് വിളഞ്ഞ് പാകമായി അരിയായി വരത്തില്ല. നമ്മൾ എന്താ തൈയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെണ്ടയ്ക്ക പാകമാക്കി എടുക്കത്തില്ല, അങ്ങനെ പോലെ നിൽപ്പുണ്ടായിരുന്നു. അമ്മ അത് വെറുതെ അവിടെ എല്ലാം പാകിയിട്ടായിരുന്നു. നമ്മൾ മണ്ണൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് അതങ്ങനെ ഒഴുകി അവിടെ ഇവിടെയൊക്കെ പോയി വെണ്ട ഉണ്ടായി നിൽപ്പുണ്ട്. നിറച്ചും വെണ്ടയ്ക്ക ഉണ്ടായി. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ 2-3 വെണ്ടയ്ക്ക പറിച്ചായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം പറിച്ചായിരുന്നു. ഇപ്പോഴും ഞാൻ ഇന്നലെ വെളിയിൽ നിന്നപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിൽപ്പുണ്ട്, 1-2 ഉണ്ട്. അപ്പൊ ആ വെണ്ടയ്ക്ക ഇട്ടു. അപ്പൊ ബീൻസും ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടാണ് ഇന്നത്തെ നമ്മുടെ മിക്കോരട്ടി. അപ്പൊ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അമ്മ കുളിക്കാൻ പോയതാണ്. ഇനി നമുക്ക് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം, കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അത് ഫോണിനകത്ത് ചെയ്യാനുള്ളതാണ്. അതെല്ലാം ചെയ്ത് തീർക്കണം. മോനുകുട്ടൻ നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് എഴുതാൻ ഫോൺ കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം 2 ദിവസം കൊച്ചോള് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ പല്ലിന്റെ ഇത് മുറുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനുള്ള സമയമില്ലായിരുന്നു. എന്നിട്ടാണ് ചൊവ്വാഴ്ച കണ്ടാ തിരിച്ചു പോയത്. അപ്പോൾ അവള് വരുന്നില്ലോ എന്നൊക്കെ ചോദിച്ചോണ്ട് മെസ്സേജ് അയച്ചേക്കുന്നത്, എപ്പോഴാണ് വരുന്നത്, എന്നാ വരുന്നതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോണും നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണും ആ ഫോണും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടേക്കും. അപ്പോൾ എനിക്കറിയാം മെസ്സേജ് വരുമ്പോഴേ. അപ്പം ഞാൻ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചോക്ക് മെസ്സേജ് അയക്കുവാണ്. പിന്നെ ഞാൻ ചെന്ന് നോട്ട് എഴുതിയിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാനൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നോട്ടെല്ലാം എഴുതി തീർത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കണം. ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതിപ്പിക്കണം. തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. പ്ലാസ്റ്റർ ഇളക്കുവാണെന്നുണ്ടെങ്കിൽ ഇളക്കണം. ഇളക്കിയിട്ട് ചൊവ്വാഴ്ച അവന് കാലം നോക്കി ആകുവാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിടാം, അല്ലെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച തൊട്ട് വിടാം എന്നും കണ്ടിരിക്കുകയാണ്. പിന്നെ 13-ാം തീയതി തൊട്ട് ഓണപരീക്ഷ തുടങ്ങുമെന്ന് പറയുന്നു. അപ്പൊ കുറച്ച് പഠിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം ഇനിയും റെഡിയായി വരണം. ട്യൂഷനോടൊക്കെ വിട്ടിട്ട് കുറെ കൂടെ ഫാസ്റ്റായിട്ടെല്ലാം പഠിച്ചെടുത്താൽ കൊള്ളാം. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിയിടുമാ രുധിരത്തിൻ അത്ഭുത ശക്തി ഇന്ന്. കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ, കേൾക്കണേ രോദനം. കുഴപ്പമില്ലാത്ത പേടി കണ്ണുവേദന കിട്ടുന്നത് അല്ലേ? പൗച്ച് എന്തോന്ന് എടുത്ത് വെച്ച്? ഏത് പൗച്ച്? ഒളിപ്പിച്ച് വെച്ച്. ആ പൗച്ചിന്റെ അകത്തില്ലേ ഇതിന്റെ കട്ടറൊക്കെ ഇരിക്കുവേ, അതെടുത്തോ? അതെല്ലാം കണ്ടുപിടിച്ചു. ഞാൻ എടുത്തില്ല, മറ്റേ കട്ടറും ഇതും എടുത്തു. എന്റെ അടുക്കള വെക്കുന്നതാ. അടുക്കള വെക്കുന്നില്ല. അടുക്കളയിലല്ല, ഇവിടെ ഷോക്കേസ് വെക്കും. ബാറ്ററി ഇട്ട് ഓടുവോ നോക്കട്ടെ. ഓടത്തില്ല, ചാടും. അത് എന്തോ ഇന്ന് എഴുതുന്നത് ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് ലാസ്റ്റത്തെ പേജ് അവിടെ ബാക്കി എഴുതുന്നത്. ഞാൻ വന്നു കഴിഞ്ഞ് ദോശയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടു. വിശപ്പില്ലായിരിക്കും, പക്ഷെ എനിക്കതുപോലെ മനസ്സനുവദിക്കുന്നില്ല. അതൊന്നും കഴിച്ചിട്ട് കിടക്കാം. ഇനി എഴുതിയിട്ട് കിടക്കും, കഴിച്ചോളും പറഞ്ഞു. ആ
ഓ എനിക്ക് വേണ്ട ഞാൻ കഴിക്കാം. ആഹാരക്കാര്യത്തിൽ അങ്ങനെ തോൽപ്പിക്കാനൊന്നും വിചാരിക്കാം. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. ഉമ്മയ്ക്ക് ഞാൻ എടുത്തോണ്ട് വെച്ചോളാം. ഓ, വേണ്ട. പിടിച്ചോ, ഞാൻ വേറെ എടുത്തോണ്ട് വന്നോളാം. അമ്മ കഴിക്കട്ടെ എന്നാ. ദോശ കഴിച്ചോണ്ടാണ്. അമ്മ നീ ചായ ഇട്ട് തന്നു. അയ്യോ സോറി, ചായ ഞാൻ ചായ ഇട്ട് തന്നെ. ആരും വേണ്ടേ? കാപ്പിയാണ്, കാപ്പി ഇട്ടല്ലോ. ആ കാപ്പിക്കാൻ ദോശ ഇട്ടായിരുന്നു. ഇല്ല. അത് ഇഷ്ടമില്ല. എന്നാ അമ്മ കഴിക്കാൻ പോയി ഇതെന്നെ കൊല്ലുന്നതായിരിക്കും വേണം. കേട്ടോ. ഈ കാര്യം ശരിയാവും. രണ്ടെണ്ണം ചെയ്യുന്ന നോക്കി ഞാൻ ചോറിട്ടെല്ലാം എടുത്തു വെച്ചേക്കട്ടെ. എടുത്ത് വെച്ചോ. എത്ര പ്രാവശ്യം വരും? എന്താ മഴയാണോ? വെള്ളം നിറഞ്ഞാണ്. ഒരു കാണുമ്പോഴാണ് അറിയില്ല. ഞാൻ ചിലവായി അതിനോട് പറഞ്ഞു ഞാൻ രാവിലെ വെക്കണം. അതിപ്പോ മഴക്കളല്ലേ, ഞങ്ങൾക്ക് പോവാം, ഞങ്ങൾക്ക് പോവാം. വൈകിട്ട് ചായയുടെ കൂടെ ദോശ കഴിച്ചതാ. മോനിക്കുട്ടൻ ഇന്ന് അത്താഴം വേണം. അമ്മ കഴിച്ചു, ഞാൻ കഴിക്കാം. വേണമെന്ന് പറഞ്ഞ അവിടെ വെച്ചു. ഞാൻ പറഞ്ഞ ഞാൻ അപ്പോൾ അതേ ചോറ് വിളമ്പി. ഇന്നലത്തെ പുളിങ്കറിയുടെ വീഡിയോ കണ്ടിട്ട് കുറേ പ്രിയപ്പെട്ടവർ കൊതിയൊക്കെ പറഞ്ഞു, റെസിപ്പി ചോദിച്ചു. സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയോട് ചോദിച്ചിട്ട് എന്തായാലും ഞാൻ റെസിപ്പി ഒരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പലവിധ പച്ചക്കറികളിട്ട മെഴുക്ക് വരട്ടി, പുളിങ്കറി, പിന്നെ മീൻകറി. ഇതാണ് ഇന്നത്തെ അത്താഴം. മോനുകുട്ടന് വിശപ്പില്ലാത്തത് കൊണ്ടാണ് കഴിക്കാത്ത കേട്ടോ. അപ്പോൾ അമ്മ കഴിക്കുന്നു, ഞാനും കഴിക്കാൻ പോവാണ്. എന്നത്തെയും പോലെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. പ്രാർത്ഥനകൾ. നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ടാറ്റാ. ഓക്കെ, ബായ്, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.